മാതർനാഥ പരമനുചിതം യത്ഖലാനാം പുരസ്താദസ്താശങ്കം ജഠരപിഠരീ പൂർത്തയേ നർത്തിദാസി തച്ഛന്ദവ്യം സഹജ സരളേ വത്സലേ വാണീ കുര്യാം പ്രായശ്ചിത്തം ഗുണഗുണനയാ ഗോപവേഷസ്യ വിഷ്ണു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അമ്മേ സരസ്വതി, ഞാൻ കുണ്ടലി പോലുള്ള വയറു നിറയ്ക്കുവാൻ തീരെ സംശയം കൂടാതെ ദുർജനങ്ങളുടെ മുമ്പിൽ നിന്തിരുവടിയെ നൃത്തം വെപ്പിച്ചുവല്ലോ. അതിനേക്കാൾ വലിയ തെറ്റില്ല. ശുദ്ധ സ്വഭാവേ, വാത്സല്യനിധേ, അത് ക്ഷമിക്കണമേ. ഗോപവേഷം സ്വീകരിച്ച വിഷ്ണുവിന്റെ ഗുണങ്ങൾ ആവർത്തിച്ചു വർണ്ണിച്ചുകൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. പുത്രൻ അമ്മയെ കൊണ്ട് ദുർജനങ്ങളുടെ ദാസ്യപ്രവൃത്തി ചെയ്യിക്കുന്നത് വലിയ തെറ്റാണ്. അമ്മ ശുദ്ധ സ്വഭാവയും വാത്സല്യനിധിയുമാകയാൽ ക്ഷമായാചനം ചെയ്താൽ മതി. അമ്മ തൃപ്തിപ്പെട്ടുകൊള്ളും. ചെയ്ത തെറ്റിന്റെ പാപം നീങ്ങണമെങ്കിൽ പ്രായശ്ചിത്തം തന്നെ ചെയ്യണം. ഗോപവേഷനായ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചാൽ ഏതു മഹാപാപത്തിനും പ്രായശ്ചിത്തമാകും. താൻ ആ പ്രായശ്ചിത്തം തന്നെ ആവർത്തിച്ച് ചെയ്ത് ആത്മശുദ്ധി വരുത്തുന്നതാണെന്ന് കവി പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഗുണവർണ്ണനം സർവപാപഹരമാണെന്ന് താത്പര്യം. ഗോപവേഷസ്യ വിഷ്ണു എന്ന പ്രയോഗം ബർഹേണേവ സ്ഫുരിതരുചിന ഗോപവേഷസ്യ വിഷ്ണു എന്ന കാളിദാസന്റെ മേഘ സന്ദേശത്തിലെ ശ്ലോകപാദത്തെ ഓർമ്മിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.